എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ബീച്ചിൽ പോകുന്നത് എപ്പോഴാണെന്ന് അറിയോ? 2018 ഏപ്രിൽ 15-ന് വിഷു ആയിരുന്നു അന്ന്. വിഷുവിൻ്റെ അന്ന് നമ്മൾ കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകാനുള്ള ഒറ്റ റീസൺ എൻ്റെ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ. വേറെ ഒന്നല്ല, പിറ്റേ ദിവസം എൻ്റെ കല്യാണമായിരുന്നു. ഏപ്രിൽ 16 എൻ്റെ കല്യാണമായിരുന്നു. 2018 ഏപ്രിൽ 16-നായിരുന്നു എൻ്റെ കല്യാണം. തലേ ദിവസം 15-ാം തീയതി വിഷു ആയിരുന്നു. അപ്പം നമുക്ക് ഓർക്കാലോ, ഏറ്റവും കൂടുതൽ ഫസ്റ്റ്, അതായത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബീച്ച് കാണുന്ന ഡേ മറക്കാത്തതിൻ്റെ കാരണം പിറ്റേ ദിവസം എൻ്റെ വിവാഹം ആയതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു സിറ്റുവേഷനും കൂടിയാണ് എൻ്റെ വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിൻ്റെ തലേ ദിവസം നമ്മൾ ബീച്ചിൽ പോയിട്ടാട്ടോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചത്. പക്ഷേ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിയെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് തലകറക്കം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ടെൻഷനും പേടിയും എല്ലാതും കൊണ്ടാവാം. പക്ഷേ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് ഞാൻ കഴിച്ചത്. ഒരിക്കലല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഇന്നേക്ക് 8 വർഷമായിട്ടുണ്ട്. ഇന്നേക്ക് മീൻസ് ഈ 2026 ആയപ്പോൾ എനിക്ക് 8 വർഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ എനിക്കൊരു 6 വയസ്സുള്ളൊരു മോളുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ്, ഞാനും മോളും ഹസ്ബൻഡും കൂടിയിട്ടാട്ടോ ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എപ്പോൾ നമ്മൾ ബീച്ചിൽ വരുമ്പോഴും നമ്മൾ ഓർക്കുന്നൊരു ഡേ എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുണ്ടായിരുന്നു, കുറച്ച് കസിൻസ് ഉണ്ടായിരുന്നു, പിന്നെ ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതായത് അച്ഛൻ്റെ പെങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു താത്ത ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നത്. ബീച്ചിൽ പോയി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെയുള്ള ചർച്ച എന്ന് പറയുന്നത് എൻ്റെ കല്യാണം തന്നെയായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഒരു 10 മണിയോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഉറങ്ങുമ്പോൾ 12 മണി അടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടെൻഷനും പേടിയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവും, അറിയാം. പക്ഷേ അതിലുപരി എനിക്ക് ടെൻഷൻ അടിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ പോയി. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വരും വീഡിയോസിൽ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. നമുക്ക് ഇങ്ങനെ എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോയിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നല്ലോ നമ്മുടെ ലൈഫ് സ്റ്റോറി കാര്യങ്ങളൊക്കെ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വരും വീഡിയോസിലൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എൻ്റെ വിവാഹത്തിൻ്റെ തലേദിവസമാണ്. നമ്മൾ എൻജോയ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ടെൻഷൻ അടിച്ച കാര്യങ്ങൾ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഡേ എന്നൊക്കെ പറയുന്നത് അതുണ്ട്. അങ്ങനത്തെ ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടെൻഷൻ മാറ്റാനൊക്കെ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാനാണ് വരുന്നത്. ഇന്ന് വരുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ മോൾക്ക് സന്തോഷം ആവണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് വേണ്ട ആവശ്യമുള്ള കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളും, എല്ലാ ഫുഡും കാര്യങ്ങളും നമ്മൾ വാങ്ങില്ല. പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം പോലും വേണ്ട, എനിക്ക് പൈനാപ്പിൾ മതി എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാതെ വന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വരും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. ടാറ്റ.